നമുക്കിവിടെ കാണിക്കേണ്ടത് എന്താ, ഒരു ബൈപാർട്ടേറ്റ് ഗ്രാഫിൽ കൈ ഡാഷ് ഈക്വൽ ടു ഡെൽറ്റ എന്നാണ് കാണിക്കേണ്ടത്. നമുക്കറിയാം ബൈപാർട്ടേറ്റ് ഗ്രാഫിൽ ഏത് എഡ്ജസ് എടുത്തു കഴിഞ്ഞാലും ഒരു എൻഡ് എക്സിലും ഒരു എൻഡ് വൈയിലും ഇങ്ങനെയാണ് കിടക്കുക. ഇനി എന്താ ഡെൽറ്റ, ക്യാപിറ്റൽ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താ, ഒരു ഗ്രാഫിലുള്ള വേർട്ടിസസിൻ്റെ ഡിഗ്രി എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ഡിഗ്രീനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയാം. ഇപ്പോൾ സപ്പോസ് ആ ഒരു വേർട്ടെക്സ് ഇതാണെന്ന് വിചാരിക്കുക. അതിലുള്ള വേർട്ടെക്സുകൾ എഡ്ജസുകൾ നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എല്ലാം ഇതാ ഇവിടേക്കല്ലേ അതിൻ്റെ ഒരു എൻഡ് ഉണ്ടാവാം. അപ്പോൾ ഞാൻ 1 2 എക്സെട്ര ഡെൽറ്റ ഇത്രയും എഡ്ജസ് ഇതിനുണ്ടെന്ന് വിചാരിക്കുക. ഇനി കൈ ഡാഷ് എന്ന് പറയുന്നത് എന്താ, കൈ ഡാഷ് എന്ന് പറയുന്നത് ഒരു ഗ്രാഫിനെ പ്രോപ്പറായിട്ട് കളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം നമ്പർ ഓഫ് കളേഴ്സാണ്. ഒരു ഗ്രാഫിലെ എഡ്ജസുകൾ പ്രോപ്പറായിട്ട് കളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം നമ്പർ ഓഫ് എഡ്ജസ്. അപ്പോൾ പ്രോപ്പർ എന്തായിരുന്നു, പ്രോപ്പർ എന്ന് പറയുന്നത് രണ്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള എഡ്ജസിന് ഒരേ കളർ വരരുത്. ഇതിന് ഐ ആണെങ്കിൽ ഇതിനെന്തായിരിക്കണം, ജെ ആയിരിക്കണം കളർ വരേണ്ടത്. അങ്ങനെ പ്രോപ്പറായിട്ട് കളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും മിനിമം നമ്പർ ഓഫ് കളേഴ്സ്, ഓരോ എഡ്ജിനും കളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം നമ്പർ ഓഫ് എഡ്ജസിനെയാണ് നമ്മൾ കൈ ഡാഷ് എന്ന് വിളിക്കുന്നത്. ഞാനിവിടെ സപ്പോസ് ചെയ്യാണ് കൈ ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ ഡെൽറ്റേനേക്കാളും കൂടുതലാണുള്ളത് എന്ന് ഞാൻ സപ്പോസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ ബൈപാർട്ടേറ്റ് ഗ്രാഫിലുള്ള കളേഴ്സിനെ ഞാൻ 1 കളറുള്ള ഈ എഡ്ജസുകളുണ്ട്, 2 കളറുള്ള എഡ്ജസുകൾ, 3 കളറുള്ള എഡ്ജസുകൾ എക്സെട്ര ഡെൽറ്റ കളറുള്ള എഡ്ജസുകളായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ബൈപാർട്ടേറ്റ് ഗ്രാഫിനെ എല്ലാ എഡ്ജസിനെയും കളർ ചെയ്യുന്നു. ഞാൻ അസ്യൂം ചെയ്യാണ് ഇതിൽ ഏറ്റവും ഒപ്റ്റിമലായിട്ട് എനിക്ക് കളർ ചെയ്യാൻ പറ്റുന്നത് ഈ ഡെൽറ്റ എഡ്ജസ് വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ഇതിനേക്കാളും കൂടുതൽ കളേഴ്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിലെ എഡ്ജസുകൾ കളർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിലെ എഡ്ജസുകൾ കളർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ എന്ന് പറയുന്നത് ഡെൽറ്റ ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഇനി ഞാൻ അതിലെ ഒരു വേർട്ടെക്സ് യു എടുക്കുകയാണ്. ഈ യുവിൻ്റെ ഡിഗ്രി ഞാൻ നോക്കി, യുവിൻ്റെ ഡിഗ്രിയോ ഞാൻ നോക്കി. ഈ യുവിനോട് ഇൻസിഡൻ്റ് ആയിട്ട് കിടക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സുകൾ ഉണ്ടാവുമല്ലോ, അതിനെ ഞാൻ നോക്കി. സി ഓഫ് യുവിനെയും ഞാൻ നോക്കി. അപ്പോൾ എനിക്ക് കിട്ടിയത് സി ഓഫ് യു എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് യുവിനേക്കാളും കുറവാണ്. എന്ന് വെച്ചാൽ ഇതിലിപ്പോൾ 10 ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ സി ഓഫ് യു കളേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സ് 5 എണ്ണം ഉള്ളൂ എങ്കിൽ ഒരേ കളറുള്ള മിനിമം 2 ആളെങ്കിലും ഉണ്ടാവില്ലേ. ഇപ്പോൾ ഇതും ഐ ആണ്, ഇതും ഐ ആണെങ്കിൽ 2 ആളെങ്കിലും മിനിമം ഒരേ കളേഴ്സ് വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ ഒരു ലെമ്മ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരേ കളേഴ്സ് വരുന്ന ഈ എഡ്ജസുകളും ഇതിലേക്ക് ഇൻസിഡൻ്റ് ചെയ്യാത്ത കളേഴ്സുകളും, അതിലേക്ക് ഇൻസിഡൻ്റ് ചെയ്യാത്ത ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കളർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഐ എന്ന് പറയുന്നൊരു കളറ് ജെ എന്ന് പറയുന്നൊരു കളറ് ഇതിലേക്കുണ്ടെങ്കിൽ ഇവരെല്ലാവരെയും കൂട്ടി ഐ കളേഴ്സുള്ള എഡ്ജസുകളും ജെ കളേഴ്സുള്ള എഡ്ജസുകളും ഈ യുവും കൂടി കൂട്ടിയിട്ട് കിട്ടുന്ന ഒരു സൈക്കിൾ ഉണ്ടാവുമല്ലോ, ആ സൈക്കിളിലെ കമ്പൗണ്ട്സുകൾ നമ്മൾ നോക്കുമ്പോൾ അത് ഓഡ് സൈക്കിളായിരിക്കും നമുക്ക് കിട്ടും. അങ്ങനെ നമുക്കറിയാം ബൈപാർട്ടേറ്റ് ഗ്രാഫിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, ഓഡ് സൈക്കിൾ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് എന്ത് കിട്ടി, ഓഡ് സൈക്കിൾ ഉണ്ടാവുമെന്ന് കിട്ടി. അപ്പോൾ ഇത് കോൺട്രഡിക്ഷൻ ആയില്ലേ, ഇത് ബൈപാർട്ടേറ്റ് ഗ്രാഫ് എല്ലാമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ കോൺട്രഡിക്ഷൻ വരാൻ കാരണം എന്താ, നമ്മൾ കൈ ഡാഷ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എന്നെടുത്തുകൊണ്ടാണ്.